വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഇതൊരു സ്റ്റഡി പർപ്പസിനായിട്ട് ചെയ്യുന്ന വീഡിയോയാണ്. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, മാർക്കറ്റിൽ ഈവനിങ് റിപ്പോർട്ട് അല്ലെങ്കിൽ വൈകിട്ട് ഉള്ള ഒരു പോസ്റ്റ് മോർട്ടം റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ചാനലാണ് നമ്മുടെ ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. കറക്റ്റൽ ഈ രാവിലെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ലൈവിൽ ഒബ്സർവ് ചെയ്തതിന് ശേഷം, സ്ക്രീൻ ടൈം കൊടുത്തതിന് ശേഷം, നെക്സ്റ്റ് ഡേ നമ്മൾ ഈ വീഡിയോ രാവിലെ ഇടുമ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക. പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കഴിഞ്ഞ കുറേ ദിവസം കൊണ്ടൊരു 100-ൽ കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് അകത്ത് വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദികൾ. നമുക്ക് ഇത് മാർക്കറ്റ് പ്രൊഫൈൽ ബേസ് ചെയ്തിട്ട്, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഇൻട്രാഡേക്കുള്ള വീഡിയോസ് ഇടുന്നത്. ഈ വീഡിയോയിൽ ഇടുന്ന കാര്യങ്ങളിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ലൈവ് ഒബ്സർവേഷനും നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ, കമ്പൽസറി അല്ല, താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അത് ഫ്രീ ഓഫ് കോസ്റ്റാണ്. ജസ്റ്റ് ഒബ്സർവേഷൻ മാത്രമാണ് അതിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇത് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഇടത് സൈഡിൽ കാണുന്നത് സ്പ്ലിറ്റ് പ്രൊഫൈലും ഇത് ഫിക്സഡ് പ്രൊഫൈലുമാണ്. ഈ കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ദിവസം പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോൾ, അതായത് ഈ ബ്ലൂ ലൈൻ ഉണ്ടോ, ഈ ബ്ലൂ ലൈൻ, ഓക്കെ, ഇത് പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയും. അതായത് ഇവിടെ ഈ ചെറിയ വാല്യൂ ഏരിയ, അതായത് ഈ ഗ്രേ കളറിൽ കാണുന്ന ഈ ഏരിയ, ചെറിയ വാല്യൂ ഏരിയയും പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോളും നമുക്ക് ഫോം ആയിട്ടുണ്ട് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ. ഇവിടെ എന്തോ ഒരു വാങ്ങൽ വിൽക്കൽ അധികമായിട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. അക്കുമുലേഷനോ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. കടിച്ചാൽ പൊട്ടാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ, അതുകൊണ്ട് നമ്മൾ അതിലോട്ടൊന്നും പോകണ്ട. ഇവിടെ എന്തോ നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. വാങ്ങലോ വിൽക്കലോ അത്രയേ ഉള്ളൂ. അത് ചെയ്തവർ സ്ട്രോങ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ഇന്ന് മനസ്സിലാക്കും. അത് അവർ ചെയ്യുന്ന പ്രവൃത്തി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഒരു 300 പോയിൻറ്റിൽ കൂടുതൽ ഗ്യാപ്പ് ഡൗൺ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഓപ്പൺ ആകണം, അല്ലെങ്കിൽ 300 പോയിൻറ്റിൽ കൂടുതൽ ഗ്യാപ്പ് അപ്പ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഓപ്പൺ ആകണം. ഈ പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, അതായത് ഈ ക്ലോസിൻ്റെ അവിടെ നിന്ന് ഈ ഒരു ഇവർ സ്ട്രോങ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ആയതിനു ശേഷം, അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആയതിനു ശേഷം ആ ഡേ ഓപ്പൺ ആവുന്നുണ്ടല്ലോ ഒരു പ്രൈസിൽ, ആ പ്രൈസ് ഓപ്പൺ ആകുന്ന പ്രൈസ് അവരെ കൊണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്, ഇവരുടെ ശക്തി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ ഒരു 300 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയെന്ന് വിചാരിച്ചോളൂ. ഓപ്പൺ ആയതിനു ശേഷം ഗ്യാപ്പ് അപ്പ് അല്ലേ, അപ്പോൾ ആ ഓപ്പണിന് താഴെ ട്രേഡ് ആകാൻ പാടില്ല, മുകളിലോട്ട് തന്നെ അവർ ഹോൾഡ് ചെയ്യണം. എങ്കിലേ ഈ ചെയ്ത ആൾക്കാർ സ്ട്രോങ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതേ പ്രക്രിയ തന്നെയാണ് താഴോട്ട് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഈ മാർക്കറ്റ് പ്രൊഫൈലിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പറയുന്നുണ്ട്, ഈ ലെവൽ കുറച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുമ്പം ഈ 48,500 എന്ന് പറയുന്ന ഈ വാല്യൂ ഏരിയ ഹൈ ഫോർ ദ ടൈം ബീയിങ് ഒരു സപ്പോർട്ടാണ്. ഈ വാല്യൂ ഏരിയ ഹൈ ടൈം ബീയിങ് സപ്പോർട്ടാണ്. ഇതിൽ അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് 48,100 നോക്കാം. താഴെ 4800 താഴെ നമുക്ക് നോക്കാം. അതുകൊണ്ട് ഈ വാല്യൂ ഏരിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആകുന്നെങ്കിൽ ഇതിന് അകത്ത് ഓപ്പൺ ആവുകയും ഓപ്പൺ ഹോൾഡ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റായിട്ട് 4800 താഴോട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഇത് ഗ്യാപ്പ് ഡൗണിൻ്റെ കേസിൽ. ഗ്യാപ്പ് അപ്പിൻ്റെ കേസിൽ നമുക്ക് എന്താ പറയുക, ഒരു 49,300 മുകളിൽ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഓപ്പൺ ആയാൽ അവിടെ നിന്നൊരു 300-400 പോയിൻറ്റിൻ്റെ ഒരു മൂവ് നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെയാണ് ഇന്ന് അവിടെ ഡെവലപ്പ് ആകുന്നത് എന്നുള്ളത്. നമുക്ക് റേഞ്ച് കിട്ടുന്നത് ഒരു 300-400 പോയിൻറ്റിൻ്റെ റേഞ്ചാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഇന്ന് നമുക്ക് പറയുന്നത്. അത് നിങ്ങൾ എവിടെ ഓപ്പൺ ആവുന്നു, ഫ്ലാറ്റ് ഓപ്പൺ ആവുന്നു പറ്റുമെങ്കിൽ ഇന്നൊരു ലൈവ് ഒബ്സർവേഷൻ ഇടാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് കണ്ടതിൽ വളരെ വളരെ നന്ദി. ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങളെ അറിയാവുന്ന എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ചാനലിനെ നിങ്ങൾ പരിചയപ്പെടുത്തുക, ഷെയർ ചെയ്യുക.
കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.